ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ്. ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 1350 സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് UAE-ലേത് 1000 ഒന്നുമല്ല. എത്രയാണ് ആൻ്റണി? 1000 നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയും. അതുപോലെ ജർമ്മനിയിൽ. എന്തായാലും ഇങ്ങനൊരു വലിയ സിനിമ, ഇതൊരു നിമിത്തമാണ്. ഇത് സംഭവിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. വി ക്രിയേറ്റഡ് സംതിങ് ബിഗ് ആൻഡ് വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു യു. ഞങ്ങളൊരു കാര്യം ഉണ്ടാക്കി, അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ഇതൊരു എൻ്റർടൈനർ ആണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം. നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കലാമൂല്യം. അത്തരത്തിൽ വളരെയധികം വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടു തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും, സാറേ സിനിമ എന്തായി? കാര്യം ദാറ്റ് കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നത്, ഇതൊരു ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയും സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന്. എല്ലാവരും ചോദിക്കും, മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ. ഞാൻ പറഞ്ഞൊരു ബാഹുബലി, ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത്. ഒരു KGF അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ. അതുപോലെ പിൽക്കാലത്ത്, ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത് എമ്പുരാൻ വഴിയാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക്, ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക്, പ്രേക്ഷകർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എമ്പുരാൻ നല്ലൊരു വിജയമായി മാറട്ടെ. നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവുകയാണ്. ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത്. നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.